പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 8ാം ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് കാൽവരി ബലിയും അൾത്താര ബലിയും ഒന്നു തന്നെയാണ് എന്ന ഒരു മഹത്തായ ചിന്തയായിരുന്നു. അതായത് ഈശോ അർപ്പിച്ച ബലി നമുക്ക് ആവർത്തിക്കുവാനാവില്ല. ഈശോ എന്നും അതേ ബലി നമുക്ക് വേണ്ടി അർപ്പിക്കുന്നു. അന്ന് യോഹന്നാനും അപ്പസ്തോലന്മാരും സ്വീകരിച്ച അതേ ദിവ്യകാരുണ്യം ഇന്നും നമുക്ക് ഈശോ തരുന്നു. കുർബാനയുടെ മഹത്വം തിരിച്ചറിഞ്ഞാൽ തീഷ്ണതയോടുകൂടി ബലിവേദിയിലേക്ക് നമുക്ക് ഓടി അടുക്കാൻ കഴിയും. ഏകാഗ്രതയോടെ പങ്കെടുക്കാൻ കഴിയും. ദാഹത്തോടെ കുർബാന സ്വീകരിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കാൽവരി ബലിയും അൾത്താര ബലിയും ഒന്നാണ്. അത് ആവർത്തിക്കാനാവില്ല, പുനരാവിഷ്കരിക്കാൻ മാത്രമേ കഴിയൂ. സംഭവം പഴയതാണ്, ഓർമ്മ മാത്രം പുതുക്കുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ബോധതലത്തിൽ കയറുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, അനുദിനം ബലി അർപ്പിക്കുകയില്ല അല്ല ചെയ്യുന്നത്, അനുദിനം ഏക ബലിയിൽ പങ്കുചേരുകയാണ്. സൂര്യൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരേ സൂര്യനെ എല്ലാ കാലത്തുമുള്ളവർ അനുഭവിക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓർമ്മയെക്കുറിച്ച് ദൈവശാസ്ത്രത്തിൽ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അല്പം കട്ടിയാണ്. ലാറ്റിൻ ഭാഷയിൽ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ അച്ഛന്മാർക്ക് ചിലപ്പോൾ മനസ്സിലാകും. ഡെമോൺസ്ട്രാസിയോ മെമ്മൊറാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര ഡെമോൺസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു പുതിയ കാർ വരുന്നതിന് മുൻപ് അതിൻ്റെ ഒരു മോഡൽ അവതരിപ്പിക്കുന്നത് പോലെ. നല്ല ഉദാഹരണമൊന്നുമല്ല. ഒരാളെ ഓർമ്മിച്ചാൽ അയാൾ ശരീരമില്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അതാണ് ഈ ഓർമ്മ മാത്രം ആവർത്തിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അതാണ് whenever you think of a person, that person is really present in front of you എന്ന് പറഞ്ഞാൽ മതാധ്യാപകർ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ കബറിടത്തിൽ നാം നിൽക്കുമ്പോൾ അൽഫോൻസാമ തൊട്ടടുത്ത് നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകുമല്ലോ. എൻ്റെ അമ്മ മരിച്ച് 36 വർഷമായി. ഇന്നും കബറിടത്തിൽ, പ്രത്യേകിച്ച് ഓർമ്മ ദിനത്തിൽ ഉപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ച ശേഷം കണ്ണടച്ച് നിൽക്കുമ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അമ്മയെ കാണാറുണ്ട്. ഇതാണ് ഈ ഓർമ്മ നമ്മൾ മാത്രം ആവർത്തിക്കുന്ന സംഭവം പഴയത് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ഓർമ്മ ആവർത്തിക്കുന്നു, സംഭവം പഴയത് തന്നെ. CCC 1409 പരിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ പെസഹായുടെ, അതായത് ഈശോയുടെ ജീവിതം, മരണം, ഉത്ഥാനം എന്നിവ വഴി പൂർത്തിയാക്കിയ ആ രക്ഷാകർമ്മത്തിൻ്റെ അനുസ്മരണമാണ്. ആരാധനാക്രമത്തിലൂടെയാണ് നമുക്കിത് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാന ഏറ്റവും മഹത്തായ ആരാധനയാണ്. എന്നാൽ അത് ജപമാല പോലെ ഒരു പ്രാർത്ഥനയല്ല എന്ന് നാം തിരിച്ചറിയണം. കുർബാനയുടെ മുൻപിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ല പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാനുഭവം കിട്ടും. പക്ഷെ പരിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. കാരണം കുർബാന ഒരു കൂദാശയാണ്. അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണല്ലോ കൂദാശ. നമ്മളങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സാധാരണ ബുദ്ധിയിൽ ഞാനിത് ലളിതമായിട്ട് ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കൂദാശയിൽ കൃപ നിറയുന്നത് ഇപ്പോൾ നടത്തുന്ന ഈ കർമ്മം കൊണ്ട് മാത്രമല്ല, 2000 വർഷം മുൻപ് യേശു നടത്തിയ ജീവിത ബലിയുടെ സത്ഫലമാണ് ഈ കുർബാനയിലെ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ ആ രക്ഷാകര സംഭവത്തിൽ ഹൃദയം കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതായത് ഈശോയുടെ ജീവിതം മുഴുവൻ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകണം. കാൽവരി മരണത്തിന് വഴിയൊരുക്കിയ ആ സംഭവങ്ങൾ, ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങളൊക്കെ. കുരിശിലെ ബലിയല്ല, ഈശോ എന്ന വ്യക്തിയെയാണ് നമ്മെ രക്ഷിച്ചത്. ബലിയല്ല രക്ഷിച്ചത് ഈശോയല്ലേ. ഈശോ ചെയ്ത പ്രവൃത്തികളേക്കാൾ ആ വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ചില ആത്മീയ പിതാക്കന്മാർ പറയാറുണ്ട്, കുർബാനയ്ക്ക് വേണമെങ്കിൽ ഈശോ എന്ന് പേരിടാം. ഈശോയെ കണ്ടുമുട്ടി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നത്. 40 മിനിറ്റ് കൊണ്ട് ഈശോയുടെ ജീവിതം മുഴുവൻ നമ്മൾ സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ഏകാഗ്രത കിട്ടും. നമ്മൾ പലപ്പോഴും ഈ കുർബാനയുടെ സമയത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ അംഗമായിരിക്കുന്ന OSH കോൺഗ്രിഗേഷൻ്റെ സെക്കൻഡ് പേട്രൺ, 2ാം മധ്യസ്ഥൻ ഫ്രാൻസിസ് സാലസ് പിതാവിനെ കുറിച്ച് തമാശ ചേർന്ന ഒരു സംഭവമുണ്ട്. ഈ പിതാവ് അന്ന് മെത്രാനായിരുന്നു. ഒരു പള്ളിയിൽ ഇടയ സന്ദർശനത്തിന് ചെന്നു. ഇടയ സന്ദർശനം കഴിഞ്ഞ് കോൺവെൻറ്റിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ, കാപ്പി കുടിക്കാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു സിസ്റ്റർ വട്ടവും നീളവും നടക്കുകയാണ്. പിതാവ് ഒന്നും കമൻ്റൊന്നും പറയുന്നില്ല. അവസാനം ഈ സിസ്റ്റർ സഹി കെട്ട് ചോദിച്ചു, പിതാവേ, ആ അൾത്താരയിൽ വെച്ച പൂക്കൾ എങ്ങനെയുണ്ടായിരുന്നു, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്? അപ്പോൾ സിസ്റ്ററാണ് പൂ വെച്ചത്. പിതാവ് ഒരു കമൻറ്റ് പറഞ്ഞില്ലല്ലോ എന്നോർത്താണ് ചോദിക്കുന്നത്. പിതാവ് പറഞ്ഞ്, എൻ്റെ കുഞ്ഞെ, എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല.
ഞാൻ ഈശോയുടെ കൂടെ നല്ല ഒരു അനുഭവത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ തമാശയ്ക്കായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈശോയുടെ ജീവിതം പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. എവിടെയെങ്കിലുമൊക്കെ തൊട്ടടുത്തൊരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ, മോട്ടോർ ബൈക്കിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്ന നമ്മുടെ സ്വഭാവം നാം മാറ്റണം. നാം 2000 വർഷം പിന്നിലേക്ക് പോകണം. അല്ലെങ്കിൽ 2000 വർഷം മുൻപുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കൺമുൻപിലൂടെ കടന്നു വരണം. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിലെ മരിയ വോൾത്തോത്ത പറയുന്ന ഒരു സംഭവമുണ്ട്. ഈശോയുടെ ഒരു ദർശനം കിട്ടുകയാണ് അന്ന് ഈശോ അപ്പോസ്തലന്മാരുടെ കൂടെ ഒരു പൂന്തോട്ടത്തിലൂടെ ഉലാത്തുന്നത്. ഈ മരിയ വോൾത്തോത്താക്കി പറയുന്നു, ഞാനപ്പോൾ റോസാപ്പൂവിൻ്റെ സുഗന്ധം അനുഭവിച്ചു. 2000 വർഷം മുൻപ് നടന്ന ഒരു സംഭവം ദർശനത്തിലൂടെ ഈശോ കാണിച്ചു കൊടുത്തപ്പോൾ പോലും ആ റോസാപ്പൂവിൻ്റെ സുഗന്ധം അനുഭവിച്ചെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയേണ്ട ഒരു സത്യമുണ്ട്. കാൽവരി ബലി, അൾത്താര ബലി, ഇത് രണ്ടും ഒന്നാണ്. വൺ ആൻഡ് ദി സെയിം. ഇതിന് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു സത്യമാണ് ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അല്പം ശ്രദ്ധയോടെ ഇരിക്കണം. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈശോ നിത്യ പുരോഹിതനാണ്. ഈശോ അർപ്പിച്ചത് ഏക ബലിയാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാൽവരിയിലെ ബലിയും അൾത്താരയിൽ അർപ്പിക്കുന്ന ബലിയും ഒന്നാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ നിത്യ പുരോഹിതൻ, ഈശോ അർപ്പിച്ചത് ഏകബലി. ശ്രദ്ധിക്കാം, നിങ്ങൾ ബൈബിൾ എടുത്ത് പിന്നീട് വായിച്ചാൽ മതി. ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. ഈശോയുടെ പൗരോഹിത്യം ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡാണ്. ഈശോ നിത്യ പുരോഹിതൻ, ഇറ്റേണൽ പ്രീസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ വൈദികർ എന്താണ്? അവർ ഈശോയുടെ ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവർ മാത്രമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം പഴയ നിയമ ബലിക്ക് ഒരിക്കലും നമ്മുടെ അന്ധക്കരണങ്ങളെ വിശദീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 9-12 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, പിന്നീട് വായിച്ചാൽ മതി. പക്ഷെ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 വായിച്ച്, നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനി രൂപമല്ല. അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്കൊരിക്കലും കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ പഴയ നിയമ ബലിക്ക് ഒരിക്കലും നമ്മൾ അതിൻ്റെ പൂർണ്ണത കിട്ടുമായിരുന്നില്ല. പുരോഹിതന്മാർ മാറി മാറി വരും. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? നിത്യ പുരോഹിതനായി അവിടെ ഏക ബലി അർപ്പിച്ചു. ഏകബലിയുടെ റെഫറൻസ് കാണുന്നത് ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലാണ്. ഹെബ്രായ ലേഖനം 7:27. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. ഈശോ നിത്യ പുരോഹിതൻ, ഈശോ അർപ്പിച്ചത് ഏകബലി. അപ്പോൾ ആ നിത്യ പുരോഹിതൻ, വേറെ വൈദികര് പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവർ മാത്രമാണ്. അതുകൊണ്ട് എവിടെയൊക്കെയാണോ, ഈ മറ്റക്കര പള്ളിയിൽ, ഇല്ലെങ്കിൽ മാഞ്ഞാമറ്റത്ത്, ഇല്ലെങ്കിൽ അയർക്കുന്നത്ത്, എവിടെ ബലിയർപ്പിച്ചാലും ആ അൾത്താരയിൽ അർപ്പിക്കുന്നത് ഈശോയാണ്. ക്രിസ്തുവിന്റെ രക്ഷാകര ബലിയെ എപ്പോഴും സമയത്തിൽ സന്നിഹിതമാക്കുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാനയെന്ന് CCC നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക്, അതായത് 2000 വർഷം മുൻപ് ഈശോ അർപ്പിച്ച അതേ ബലിയാണ് ഓരോ അൾത്താരയിലും അർപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അല്പം നമ്മുടെ മാനുഷികമായ ഒരു ബുദ്ധിയുടെ പരിമിതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് സമയം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് മനുഷ്യന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സ്പേസ് അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുമ്പോഴും ഉണ്ട്. കാരണം എന്താണ്? ഒന്നാമത് നമ്മുടെ സമയം നോക്കാം. നമുക്ക് സ്വർഗത്തിൽ, നമുക്ക് ഭൂമിയിൽ എന്താണ്, കലണ്ടറുണ്ട്. 2021 മാസമാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. ഇതൊക്കെ നമ്മുടെ സമയസങ്കല്പമാണ്. പക്ഷെ സ്വർഗത്തിൽ കലണ്ടറില്ല. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് നിങ്ങൾ അറിയുന്നില്ലേ? അവിടെ സ്വർഗത്തിൽ കലണ്ടറില്ല. അപ്പൊ ദൈവശാസ്ത്രം അറിയാവുന്നവർക്ക് വേണ്ടി ഞാനതിൻ്റെ ഒരു വാക്ക് പറയാം. കുർബാനയിൽ ക്രോണോസ് അല്ല കെയ്റോസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ 2021, 22 അങ്ങനെയുള്ള വർഷമില്ല. അന്നാ പെസഹ തുടങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയോടുള്ള ബന്ധം എല്ലാം പോയി സ്വർഗീയ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമുക്ക് നമ്മുടെ സങ്കല്പമല്ല ഉള്ളത്.
നാം ഇന്ന് ഫെബ്രുവരി 22-ാം തീയതിയാണ്. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ 22-ാം തീയതി ഇല്ല. അതുകൊണ്ട് ഭൂമിയിലെ സമയമല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ AD 30 ഏപ്രിൽ 7-ാം തീയതിയാണ് ഈശോ കാൽവരിയിൽ മരിച്ചതെങ്കിൽ നമ്മൾ ആ ഒരു സമയത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് പോകണം. നമ്മുടെ ടൈം കൺസെപ്റ്റ് നമ്മൾ മാറ്റണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ കുർബാനയ്ക്കകത്തെ കാറോസ പ്രാർത്ഥന നടക്കുമ്പോൾ അച്ഛൻ അവിടെ പോയി അപ്പവും മീനും ഒരുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കാസായിൽ അവിടുത്തെ അമൂല്യമായ രക്തം ഒഴിക്കപ്പെടുന്നു. എന്താണ് നിങ്ങൾ ഓർക്കുന്നത്? ഞാൻ കോട്ടയം അരമനയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വീഞ്ഞ് കാഴ്ചവെപ്പ് പോലും ആയില്ല, കൂദാശവചനങ്ങൾ പോലും ചൊല്ലിയില്ല. അപ്പോൾ ഞാൻ ചൊല്ലുന്നതിനാണ് കർത്താവ് ഈശോ മിശിഹായുടെ അമൂല്യമായ രക്തം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരം കൊണ്ട് ഈ പീലാസാർ ഊഷ്മ ചെയ്യപ്പെടുന്നു. ലൂക്കാ ചേട്ടൻ പാലായിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഓസ്തി ഞാൻ പീലാസായിലേക്ക് വെക്കുമ്പോൾ പറയുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് വേറെ വിശദീകരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ഈ ധ്യാനത്തിന്റെ അവസാന ഭാഗത്ത് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. പക്ഷേ ഞാനിത് പറഞ്ഞു വരുന്നതാണ്, നമ്മുടെ സമയസങ്കല്പങ്ങൾ നമ്മൾ മാറ്റണം. ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും. ഒരുപക്ഷെ പുസ്തകം പോലും ഉപയോഗിക്കാതെ കണ്ണുകളടച്ച് ഭക്തിയോടുകൂടി സ്വർഗീയ അനുഭവത്തിൽ പങ്കുചേരുന്ന അനേകം പേരെ എനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് നമ്മുടെ അന്യചിന്തകളില്ലാതെ സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ കുർബാന ആരംഭിക്കുമ്പോൾ ഈ ഭൂമിയിലെ ആ ബന്ധം വേർപെടുത്തി ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് വരണം. ഇനി രണ്ടാമത്തേത് സ്പേസ് അല്ലെങ്കിൽ സ്ഥലം. സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥലമുണ്ട്, ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യ, കേരളം. ഞാൻ മറ്റക്കര മണ്ണൂർ പള്ളിയിലെ അൾത്താരയിലാണ് നിൽക്കുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് ഞാൻ ബേത്ലഹേമിലും ഗലീലയിലും കാൽവരിയിലും എത്തണം ഒരു കുർബാന അർപ്പിക്കുമ്പോഴും. പക്ഷെ ശരീരമുള്ളത് കൊണ്ട് നമുക്കത് പറ്റുന്നില്ല. ഈശോയ്ക്ക് പക്ഷേ ഉത്ഥിതനായ ഈശോയ്ക്ക് ശരീരത്തിന്റെ പരിമിതിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ശിഷ്യന്മാർ ഭയന്ന് കതകുകൾ അടച്ചിരിക്കെ ഈശോ തുറക്കാതെ അകത്ത് പ്രവേശിക്കുകയാണ്. കാരണം എന്താണ്? ഉത്ഥാനം ചെയ്തവന് മനുഷ്യ ശരീരമില്ല, അവൻ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഉത്ഥിതന് ഏത് പള്ളിയിലും ഏത് അൾത്താരയിലും വരാം. നിങ്ങൾ വിശുദ്ധന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അവർക്ക് ബൈലൊക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൃപ കിട്ടിയിരുന്നു. ആരാണ്? നമ്മുടെ പാദ്രി പിയോ പിതാവ് ഇറ്റലിയിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ജർമ്മനിയിൽ വെച്ച് യുദ്ധവിമാനങ്ങളുടെ മുൻപിലേക്ക് പാദ്രി പിയോ ചെല്ലുന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. ബൈലൊക്കേഷൻ എന്ന് പറയും. എനിക്ക് എൻ്റെ മലയാള വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അതായത് വിശുദ്ധന്മാർക്ക് ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിൽ സഞ്ചരിക്കാം. പ്രിയപ്പെട്ടവരെ, ഗഹനമായ എന്നാൽ പ്രധാനപ്പെട്ട ഈ വിഷയം ഞാനിവിടെ ചുരുക്കുകയാണ്. എന്താണ്? തലമുറകളിലൂടെ ചിരന്തനമാക്കപ്പെടുന്ന കുരിശിലെ ബലിയിലാണ് നാം പങ്കുചേരുന്നതെന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം. കാൽവരി ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ നാം കാൽവരിയിലേക്ക് പോകുന്നു. ജോൺ പോൾ പാപ്പായുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ പ്രത്യാനയിക്കൽ എന്ന ഒരു പ്രയോഗം ഉണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയിലും ഞാൻ അതിലെ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി വായിക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ആത്മീയമായി പെസഹാ ദിനങ്ങളിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. യേശു മർക്കോസിന്റെ മാളികമുറിയിലെ മട്ടുപ്പാവിലേക്ക് അഥവാ ആ സെനക്കളിലേക്ക് അപ്പർ റൂമിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും കെദ്രോൻ താഴ്വരയിലേക്കും ഒലിവ് തോട്ടത്തിലേക്കും കഥനഭാരവുമായി നടന്നുപോയത് നമ്മൾ ഒരിക്കൽ കൂടി കാണണം. എന്നിട്ട് മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനത്തിൽ കുറിച്ചു വയ്ക്കുകയാണ്, ഏറെ പഴക്കം ചെന്ന ഒലിവ് മരങ്ങൾ അവയെല്ലാം ഈശോയുടെ ഈ യാത്ര മുഴുവൻ കണ്ടുകൊണ്ടിരിക്കണം. അവിടുത്തെ ഒലിവ് മരങ്ങൾ ഇന്നും അന്നുണ്ടായിരുന്നതാണെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് ഗത്സമനിയിൽ വീണ രക്തത്തുള്ളികൾ മട്ടുപ്പാവിൽ സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ട രക്തത്തുള്ളികളായിരുന്നു. എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട ആ വിശുദ്ധ മണിക്കൂറിലെ അനുഭവം ഇന്നും നമുക്ക് കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ആ തിരുമണിക്കൂറിലെ അനുഭവം, ആ തിരുമണിക്കൂറിൽ നാം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ഉണ്ടായിരുന്നാൽ എന്നതുപോലെ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയണം. പേന കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്, ആത്മാവിലെ തൂലിക കൊണ്ടാണ് ജോൺ പോൾ പാപ്പ ഇത് കുറിച്ചു വെച്ചത്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഇന്നെന്ന പോലെ ഞാൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വഞ്ചിനാട് എക്സ്പ്രസിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചാക്രിക ലേഖനം ശ്രദ്ധയോടെ വായിക്കുന്നത്. പലവട്ടം എൻ്റെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു. ഈ ഭാഗം വായിച്ചത് ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ നമ്മൾ വൈകാരിക അനുഭവം ആഗ്രഹിക്കരുത്. നമുക്ക് ഒരേ ഒരു അനുഭവം കിട്ടാനുള്ള കുറുക്കുവഴി നമ്മൾ ഗത്സമനിയിലാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരണം. നടുവേദന അറിയില്ല, കയ്യും കാലും കഴിക്കുന്നത് നമ്മൾ അറിയില്ല.
ഇരിക്കാൻ തോന്നുകയില്ല. കാരണം എന്താണ്? ഈശോ അനുഭവിച്ച ആ വേദനകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. പ്രിയപ്പെട്ട, ഒത്തിരി നീണ്ടുപോയി, എന്നോട് മാപ്പാക്കുക, ക്ഷമിക്കുക. എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ വിട്ടുപോകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരിൽ നിന്നുമുണ്ടായ വേദനകളുമായി, അവഗണനയുമായി നീ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ, കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അവഗണനകളുമായിട്ട് നീ കമ്മ്യൂണിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ, പരിഹാസ്യതയുമായി നീ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഈശോയുടെ ആ ഗെത്സമനിയിലെ ഏകാന്തത ഓർമ്മിക്കണം. ദൈവമേ, ഈ കുർബാന ഒരിക്കലും തീർന്നു പോകരുതേ എന്ന് എന്തെങ്കിലും ഇത് ഓർമ്മിക്കുവാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ധൂപസംഹരിക്കുന്ന കർത്താവേ, ഈ ദീർഘമായ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുർബാനയുടെ അനുഭവമായി മാറാൻ, ആ ഗെത്സമനിയിലെ തിരുമണിക്കൂറിന്റെ അനുഭവം ഓരോ കുർബാനയിലും കിട്ടുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.